ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിനകത്ത് കളിക്കുന്നത് ഒരു കലിപ്പനും കാന്താരിയും ഗെയിമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോ. കാരണം പെട്ടെന്ന് വഴക്കിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുക, ഒരാൾ പിണങ്ങി പോവുക, പുറകെ പോയിരുന്ന് സോപ്പിട്ട് കൊണ്ടുവരിക, ആശ്വസിപ്പിക്കുക, കുറച്ചേരം കരയുക. ഈ കരഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ കാന്താരിയാകാൻ ജാസ്മിനോ കലിപ്പനാകാൻ ഗബ്രിക്കോ ഒരു മടിയും കാണില്ല. ഗബ്രി കലിപ്പനാകുമ്പോൾ പിടിച്ച് ആശ്വസിപ്പിക്കാനും കൂടുതൽ കലിപ്പാകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കയറി നിൽക്കുന്ന കാന്താരി. അതുപോലെ തന്നെ കാന്താരി കലിപ്പിലാവുമ്പോൾ ആശ്വസിപ്പിക്കാനും കൈപിടിച്ച് നിർത്താനും ശ്രമിക്കുന്ന കലിപ്പൻ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കലിപ്പനും കാന്താരിയുമായിട്ട് രണ്ടുപേരും മുന്നോട്ട് പോകണം. ദോഷം പറയരുത് കേട്ടോ, വെറുതെ ഇരിക്കുന്ന വാഴകളേക്കാൾ ഭേദമാണ്. ഈ ഒരു ലവ് കോംബോ കളിക്കുന്നത് മാറ്റി നിർത്തിയാൽ രണ്ടുപേരും അത്യാവശ്യം വാ തുറന്ന് സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെയാണ്. അത് ഗബ്രി ആണെങ്കിലും അടിപൊളി ഗെയിമറാണ് കേട്ടോ. ടാസ്കുകളിലുള്ള പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഗബ്രിയും ഗെയിം കളിക്കുന്നുണ്ട്. പലരും അവിടെ വെറുതെ ഒരു കുന്തവും ചെയ്യാത്തത് കൊണ്ട് നമുക്കാർക്കും ഒന്നും പറയാൻ തന്നെ ഇല്ല. അതാണ് വേറെ കാര്യം. ഇവരുടെ പേരൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ പറയാനായിട്ടെങ്കിലും എടുക്കുന്നുണ്ട്.